ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ ആപ്പിൾ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആക്സസറീസിൻ്റെ കാര്യത്തിലാണ്. നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആക്സസറീസ് ഇല്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആലുമു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുറച്ച് കേസുകളും അതിൻ്റെ ആക്സസറീസുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ആലുമു എന്ന് പറയുന്ന ഒരു ചൈനീസ് ബേസ്ഡ് ബ്രാൻഡാണ്. പക്ഷേ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആക്സസറീസ്, അവരുടെ കേസുകളുടെയൊക്കെ ഡിസൈൻ ആൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ട്രൂലി അമേസിങ്. ഇതിലെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഐഫോൺ 17 പ്രോയ്ക്കുള്ള റഗഡ് കേസാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ കാണുമ്പം നിങ്ങൾ സൈബർ പങ്ക് എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈബൊക്കെ മൊത്തത്തിൽ ഇതിൻ്റെ എലമെൻസുകളിൽ ഡിസൈനിൽ ഫീൽ ചെയ്യും. ആദ്യം തന്നെ 17 പ്രോ സീരീസിൽ വരുന്ന ലാർജർ ക്യാമറ ബമ്പിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാർജർ ആയിട്ടുള്ള വൈഡർ ക്യാമറ ബംപ് ഡിസൈനാണ്. അതിലൊരു വൈറ്റ് ആൻഡ് ഓറഞ്ച് ആക്സെൻറ്റിലെ കളേഴ്സ് കൊടുത്തിരിക്കുന്ന കാണാം. പിന്നീട് ഇതിൻ്റെ ബാക്ക് പാനലിൽ വരുന്ന ആ ഒരു പ്ലെയിൻ ടെക്സ്ചർ, മാക്സേഫ് റിങ്ങിന് ചുറ്റും പോയിരിക്കുന്ന ആ ഒരു ടെക്സ്ചർ, അതൊരു ഗ്രിപ്പി ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് അത് സ്ലിപ്പായി പോകുന്നോ അല്ലെങ്കിൽ വഴുതി പോകുന്നു എന്നുള്ളൊരു പേടി വേണ്ട. ആൻഡ് സൈഡ് ബട്ടൺസും വളരെ മിനിമലായിട്ടുള്ള എന്നാൽ റൗണ്ടഡ് ആയിട്ടുള്ള പ്രൊട്യൂഡ് ചെയ്ത് നിൽക്കുന്ന, പെട്ടെന്ന് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പം നമുക്ക് ബട്ടൺ തപ്പേണ്ട ആവശ്യം വരത്തില്ല. ആൻഡ് ഇത് പ്രസ് ചെയ്യുമ്പോൾ വളരെ ക്ലിക്കി ടാക്ടൈൽ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു മാഗ്സേഫ് മാഗ്നറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വൺസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെയും പോകത്തില്ല. നല്ല സ്ട്രോങ് ആണ്. നല്ല രീതിയിൽ ഷേക്ക് ചെയ്താലും ഇതെങ്ങും പോകത്തില്ല. സോ 10 out of 10 മാഗ്നറ്റിൽ കൊടുക്കാൻ സാധിക്കും. ബാക്ക് സൈഡിൽ വന്നിരിക്കുന്ന ഇതേ ആൻറ്റി ഗ്രിപ്പി ടെക്സ്റ്റേഴ്സാണ് നമുക്ക് സൈഡ് ബെസൽസിലും, നമ്മുടെ ബോത്ത് സൈഡ് ബെസൽസിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിവൈസ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഗ്രിപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാമറ കൺട്രോൾ ബട്ടൺ, അതിൽ സ്വൈപ്പ് ചെയ്യുമ്പം വളരെ സ്ലോ ഡൗൺ ചെയ്ത് നമുക്ക് പ്രിസൈസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ടും ഓരോ കൺട്രോൾസ് ആക്സസ് ചെയ്യാനും ആൻഡ് ക്ലിയർലി റെസ്പോൺസീവുമാണ്. ഇനി ഫ്രണ്ടിൽ ഡിസ്പ്ലേക്ക് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി റേസ്ഡ് ആയിട്ടുള്ള ഒരു ബമ്പേഴ്സാണ് ചുറ്റും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ വീണാലും, ഇങ്ങനെ ഫേസ് ഡൗൺ ചെയ്ത് താഴെ വീണാലും നമുക്ക് യാതൊരു തരത്തിലും ഡിസ്പ്ലേനെയോ അല്ലെങ്കിൽ പ്രൊട്ടക്ടേഴ്സിനെ ഇമ്പാക്റ്റ് ചെയ്യത്തില്ല. ഇനി കേസിനകത്ത് പറയുവാണെങ്കിൽ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളൊരു TPU മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടാകുമോ എന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇത് ഇടാനും ഊരാനും വളരെ എളുപ്പമാണ്. മറ്റുള്ള കേസുകൾ പോലെയല്ല, വളരെ ഈസി ആയിട്ട് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാനും ഇത് ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. 2, വീഗൻ ലെതർ കേസ്. സോ വീഗൻ ലെതർ എന്ന് പറയുന്നത് സിന്തറ്റിക് ലെതറാണ്, ഒറിജിനൽ ലെതർ അല്ല. എങ്കിൽ പോലും ഇതിൽ വന്നിരിക്കുന്ന ടെക്സ്റ്റേഴ്സ് വളരെ നമുക്ക് എന്താ പറയുന്നത്, കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല സുഖമാണ്. ഞാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ എൻ്റെ ഐഫോൺ 15 പ്രോയിൽ ഞാൻ ഈ സെയിം അലുമു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വീഗൻ ലെതർ കേസാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു യൂസ് ചെയ്തിട്ട് ഞാൻ ഒട്ടും തന്നെ റീപ്ലേസ് ചെയ്യാത്തൊരു കേസാണ്. മിക്ക ഫോണുകളിലും ഞാൻ കുറച്ച് നാളൊരു കേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മടുക്കും, പിന്നെ വേറെ കേസ് യൂസ് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഈ ഒരു കേസ്, ഈ വീഗൻ ലെതർ കേസ് ഞാൻ ഈ ഫോണിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഫോണിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര നല്ല ക്വാളിറ്റിയാണ് ഈ ബ്രാൻഡിൻ്റെ വീഗൻ ലെതർ കേസിന്. പക്ഷേ ഇതിന് കുറച്ച് പോരായ്മകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഇൻസേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. അതായത് ഇതിൽ വെച്ച് തയ്പ്പിച്ചേക്കുന്ന പോലത്തെ ഒരു ടൈലേർഡ് ഫിറ്റാണ് ഈ ഒരു കേസ് ഇടുമ്പം വരുന്നത്. പക്ഷേ ഇത് റിമൂവ് ചെയ്യാൻ നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യാൻ നല്ല രീതിയിൽ പ്രഷർ അപ്ലൈ ചെയ്യേണ്ട വരും. സോ അത് ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേസ് ഡാമേജ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഫ്രണ്ട് പാനൽ സ്ലൈറ്റ്ലി റേസ്ഡ് ആണ്. മറ്റേ കേസ് പോലെ അത്ര റേസ്ഡ് അല്ല. സീംലെസ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നീട് ഇതിൻ്റെ ബട്ടൺസ്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ഒരു പവർ ബട്ടൺ, അത് പ്രസ് ചെയ്യാൻ കുറച്ച് ഹാർഡാണ്. നമുക്കൊരു ഇച്ചിരി എമൗണ്ട് ഓഫ് സ്ട്രെസ് നമ്മൾ പ്രഷർ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അത് ഡിസ്പ്ലേ ആകത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള ബട്ടൺസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ പവർ ബട്ടണാണ് ഇച്ചിരി സീൻ. അതോടൊപ്പം ഇതിൻ്റെ ക്യാമറ ബട്ടൺ കേസിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സീംലെസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അതിൽ ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വൈസ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ 15 പ്രോ ആണ്. 15 പ്രോയുടെ കേസിൽ താഴെ നിങ്ങൾക്ക് കാണാം അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. താഴെ പോയാൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും എന്ന് കരുതി ഇത് താഴെ വീണുകൊണ്ട് നമ്മുടെ ഫോണിന് പ്രശ്നം ഉണ്ടാവുകയോ ഡാമേജോ ക്രാക്കോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ. സോ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ക്ലാസിക് ഫീലുമാണ്. 3, ദ ഷോക്ക് പ്രൂഫ് കേസ്. ഇതും സെയിം വീഗൻ ലെതർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ നോർമൽ വീഗൻ ലെതറുമായിട്ട് കമ്പാരിറ്റീവ്ലി ബൾക്കിയർ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഇത്. കാരണം ഇതിന് എക്സ്ട്രാ ഒരു സിൽക്കൺ ലെയർ പോയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ക്യാമറ കൺട്രോൾ ബട്ടൻ്റെ അവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. സോ ഇതിനകത്തൊരു സിൽക്കൺ ബേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഫ്രണ്ടിലും നമുക്ക് വിസിബിൾ ആണ്. സോ ഡിസ്പ്ലേയുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫ്രണ്ട് എഡ്ജിൽ ആ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സിൽക്കൺ മെറ്റീരിയൽ കൊടുത്തേക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇത് കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവ് സൈഡിലാണ്. കാരണം ഇതിൻ്റെ വെളിയിൽ നിങ്ങൾക്ക് 4 കോർണേഴ്സിലും ഒരു സിൽക്കൺ മെറ്റീരിയൽ കാണാൻ സാധിക്കും. അത് എഡ്ജസിനെ താഴെ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിൽ നിന്ന് രക്ഷിക്കാൻ
നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വെളിയിൽ മാത്രമല്ല, അകത്തും നിങ്ങൾക്ക് ആ ഒരു കോർണേഴ്സിൽ 4 കോർണേഴ്സിലും ഒരു കർവ്ഡ് ആയിട്ടുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. സോ ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ മെയിൻ കാര്യമാണ് ഈ ഒരു ഷോക്ക് പ്രൂഫ് കേസിൽ. പക്ഷേ ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എനിക്ക് തോന്നിയത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ ബട്ടൺസാണ്. വളരെ എന്താ പറയുന്നത്, എളുപ്പമെന്ന് ഇളകിപ്പോകാം അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ബട്ടൺസാണ് ഇതിനുള്ളത്. ഇനി ക്യാമറ ബമ്പിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ എല്ലാ കേസുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സിമിലർ ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ കേസിനും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ, സേഫ്റ്റി, അതോടൊപ്പം ഗ്ലാമറിൻ്റെ കാര്യത്തിലും ഒട്ടും മോശമല്ല ഈ കേസുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഇതിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ കംസ് ദി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഫ്രോസ്റ്റി കേസ്. സോ ഫ്രോസ്റ്റി ഫിനിഷ് ഉള്ള ഒരു കേസാണ് ഇത്. ഇതിൻ്റെ ഡിസൈൻ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിലും യാതൊരു കോംപ്രമൈസും ഇല്ല. ഡിസൈൻ ഓൺ പോയിൻ്റ് ആണ്. എന്താണ് ഒരു കേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സേഫ്റ്റി, പ്രൊട്ടക്ഷൻ, ലുക്ക്, ഇതെല്ലാം നമുക്ക് ഈ ഒരു കേസ്, ഫ്രോസ്റ്റി കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബൾക്കി ഫീലിങ്ങോ, കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ബൾക്കി ആയിട്ടുള്ള ഒരു കേസ് ഹോൾഡ് ചെയ്തേക്കുന്ന ഒരു ഫീലിങ്ങോ കാര്യങ്ങളോ ഇല്ല. സൈഡ് എഡ്ജസുകളിൽ നമുക്ക് ഗ്രിപ്പുകൾ റഗഡ് കേസിൽ ഉള്ള പോലത്തെ ഗ്രിപ്പ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നമുക്കറിയാം ക്യാമറ ബമ്പിന് ചുറ്റിനും അതേ രീതിയിലുള്ള ആ ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ക്യാമറ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ബാക്ക് പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണാം ഒരു സിൽവർ റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉള്ള മാക്സേഫ് റിങ്ങിൻ്റെ ഡിസൈൻ കാണാം. അതോടൊപ്പം ഒരു 3D ഡെപ്ത്ത് ഫീൽ ചെയ്യുന്ന രീതിയിൽ ക്യാമറയിൽ കൂടെ എത്രത്തോളം കാണാൻ സാധിക്കും എന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഒരു 3D ഡെപ്ത്ത് നമുക്ക് അത് കൂടെ നോക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല ലേഴ്സിലായിട്ടാണ് മാക്സേഫ് റിങ്ങിനകത്തുള്ള ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇത് 2 കളേഴ്സിലാണ് വരുന്നത്. ഇത് അതിൻ്റെ ഡാർക്ക്, ഇതിനോടൊപ്പം ലൈറ്റ് കളറും ഉണ്ട്. അത് അടിപൊളിയാണ്. സോ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു കേസ് ഓൾ ഇൻ ഓൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേസാണ്. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പം സ്ലൈറ്റ്ലി റേസ്ഡ് ആയിട്ടുള്ള ഒരു കട്ടൗട്ട് അല്ലെങ്കിൽ റേസ്ഡ് ആയിട്ടുള്ള എഡ്ജസ് നമുക്ക് ഇതിലും ഉണ്ട്. അകത്തും നേരത്തെ കണ്ട പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു TPU മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബട്ടൺസ് അതെല്ലാം ടാക്ടൈലാണ്. പ്രത്യേകിച്ച് പവർ ബട്ടൺ വളരെ ലൈറ്റർ ആയിട്ടുള്ള ടച്ചിലൂടെ നമുക്ക് സ്ക്രീൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ സാധിക്കും. സോ ആൻഡ് ഇതിൽ വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള മാഗ്നറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നും നമ്മളിത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തെറിച്ച് പോകത്തില്ല എന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. സോ ഡിസൈൻ വൈസ്, ബിൽഡ് ക്വാളിറ്റി വൈസ് എല്ലാം നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആക്സസറി ബ്രാൻഡാണ് അലുമു എന്ന് പറയുന്നത്. ഇനി അവരുടെ മറ്റ് ആക്സസറീസിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു വാച്ച് ബാൻഡ് എന്ന് പറയുന്നത്, ഇത് ആപ്പിൾ വാച്ച് അൾട്ര സീരീസ് 1 ആണ്. ഇതാണ് മാഗ് ബക്കിൾ സ്ലിം ബാൻഡ്. ഇത് ആക്ച്വലി ആപ്പിളിൻ്റെ ട്രെയിൽ ലൂപ്പ് ബാൻഡുമായിട്ട് സിമിലർ ആണ്. കാരണം വെൽക്രോ മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ട് ധരിക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ടൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം സാധിക്കും. കാരണം ആ ഒരു വെൽക്രോ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ. എന്നാൽ ട്രെയിൽ ലൂപ്പിനേക്കാൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഒരു റഗഡ് ഫീലിംഗ് ആണ് ഇതിന്. ഇനി ഈ ബാൻഡ് നിങ്ങൾക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പോർഷനിലുള്ള വെൽക്രോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബാൻഡ് റിലീസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 2 വേ റിലീസ് ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ് ഈ ബാൻഡിനുള്ളത്. ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ബ്ലാക്ക് കളർ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. സോ ഒരു ബാൻഡ് വാങ്ങുമ്പോൾ നമുക്ക് വേണ്ട 2 കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന്, കംഫർട്ട്. നല്ല സുഖമാണ്, കംഫർട്ടാണ്, കംഫിയാണ് വെയർ ചെയ്യാൻ. നമുക്ക് ഒരു ഹെവിനെസ്സോ ഫീലിങ്ങോ ഒന്നും വരത്തില്ല. 2, ലുക്കിൻ്റെ കാര്യത്തിലും നമുക്ക് ഒരു എന്താ പറയുന്നത്, ടിപ്പിക്കൽ റഫ് ലുക്ക്, ഒരു ടഫ് ലുക്കാണ് ഈ ഒരു ബാൻഡ് നമ്മൾ വെയർ ചെയ്യുമ്പോൾ. സോ കംഫർട്ട് ആൻഡ് ലുക്കിൻ്റെ കാര്യത്തിൽ 9 out of 10 എന്ന് ഈസി ആയിട്ട് പറയാം. പക്ഷേ നമ്മൾ സൂക്ഷിച്ചല്ല ഉപയോഗിക്കുന്നെങ്കിൽ, അത് ആപ്പിൾ വാച്ചിൻ്റെ ബാൻഡിനും ഇതേ പ്രശ്നമുണ്ട്. നമുക്കിവിടെ കാണാവുന്ന പോലെ ആ വെൽക്രോ അതിൻ്റെ ഒരു ഫറാണ് ഇതിങ്ങനെ ഇളകി മുന്നോട്ട് പോകുമ്പം വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ റെഗുലറായിട്ട് ഇത് പറ്റുന്ന സമയങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യുന്ന, അതായത് വെള്ളം സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യുകയല്ല, ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലീനിങ് ഏജൻസോ അല്ലാന്നുണ്ടെങ്കിൽ സ്വാപ്സോ യൂസ് ചെയ്ത് ഇത് ക്ലീൻ ചെയ്യുക. കാരണം ഇതൊരു മെഷ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളുടെ ഈ ഒരു സ്വെറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പിടിച്ചിരിക്കാനും സ്മെല്ലുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ കാര്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലുക്കുള്ള ബാൻഡാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഇത് റിലീസ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും സാധിക്കും. മറ്റുള്ള ബാൻഡുകൾ, ചില ബാൻഡുകളെന്ന് വെച്ചാൽ നമുക്ക് കയറ്റാനും പറ്റത്തില്ല, ഊരാനും പറ്റത്തില്ലാത്ത രീതിയിലാണ്. പക്ഷേ ഇത് വളരെ ഈസിയാണ്. സോ ഇതിൽ ഞാൻ പരിചയപ്പെടുത്തിയ എല്ലാ പ്രോഡക്റ്റുകളും ആമസോണിൽ, ഇന്ത്യൻ ആമസോൺ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത കിടിലൻ ആക്സസറീസ് ആയിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.